അവന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്ന് ആരാധിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിനെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്, കന്യാമറിയം കണ്ടിട്ടുണ്ട്, നാട്ടുകാർ കണ്ടിട്ടുണ്ട്, പിലാത്തോസിന്റെ പടയാളികൾ കണ്ടിട്ടുണ്ട്. കണ്ണുകൊണ്ട് കണ്ടുന്നവർ ദൈവമല്ല എന്നാണ് ഖുർആനിലുണ്ട് ദേവാചകം. ഖുർആനിലെ 6-ാം അധ്യായം സൂറത്ത് അൻആം 103-ാമത്തെ സൂക്തം. ലാ തുദ്രികുഹുൽ അബ്സാറു വഹുവ യുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. ഖുർആൻ പറയാണ് ആ ദൈവത്തെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, എന്നാൽ ആ ദൈവമാണ് നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകിയത്. എന്താണ് ഇഹ്സാൻ, എന്താണ് നന്മ എന്നതിനെ കുറിച്ച് ഇസ്ലാം വിശദീകരിച്ച ഒരു ഭാഗം ഇതാണ്. അൻ തഅബുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ ദൈവത്തെ കാണുന്നില്ലെങ്കിലും ദൈവം നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ നീ ദൈവത്തെ ആരാധിക്കുക. ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവം കറുത്ത കൂരിരുട്ടുള്ള രാത്രിയിൽ കരിമ്പാറക്കടിയിലൂടെ അരിച്ചു നീങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കാലടിപ്പാടുകൾ പോലും വ്യക്തമായും സൂക്ഷ്മമായും അറിയുന്നവനാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവം. കോടാനുകോടി മനുഷ്യരുടെ മനോഗതം അറിയുന്ന നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ജീവനാഡിയേക്കാളും അടുത്ത ദൈവം. ദൈവത്തെ പറ്റി ചോദിച്ച പ്രവാചകനോട് പറയാൻ പറഞ്ഞു ഖുർആൻ, നബിയെ ചോദിക്കുക. എന്താ ചോദിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ പറയാൻ നബി അവരോട് പറഞ്ഞു കൊടുക്കണം ആരാണ് ദൈവം. വൈദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ മനുഷ്യർ ചോദിക്കുന്നു ആരാണ് ദൈവം, ദൈവം എവിടെയാണ്? അപ്പോൾ അവരോട് പറയണം ഇന്നി ഖരീബുൻ, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. എന്നെ തേടി അവർ മക്കത്ത് വരേണ്ടതില്ല, എന്നെ തേടി അവർ പുട്ടപ്പർത്തിയിൽ വരേണ്ടതില്ല, എന്നെ തേടി അവർ എവിടെ വരേണ്ടതില്ല, കാശിയിൽ വരേണ്ടതില്ല, എന്നെ തേടി അവർ ഭീമാപള്ളിയിൽ ചെല്ലേണ്ടതില്ല, എന്നെ തേടി അവർ സിഎം മക്കാമിൽ ചെല്ലേണ്ടതില്ല, എന്നെ തേടി അവർ ഉള്ളാളത്ത് ചെല്ലേണ്ടതില്ല, എന്നെ തേടി അവർ സൗദിയിൽ ചെല്ലേണ്ടതില്ല. ഞാൻ അവരുടെ ജീവനാഡിയേക്കാളും അടുത്തവനാണ്. എത്ര പ്രൗഢം, എത്ര ഗംഭീരം, എത്ര സാരസമ്പുഷ്ടം, എത്ര ഹൃദയാവർജകം, എത്ര ആനന്ദദായകം, എത്ര 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 ചിന്തിച്ചാലും ഒടുക്കമില്ലാത്തൊരാദർശം. خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم هذا خلق الله فأروني ماذا خلق الذين من دونه بل الظالمون في ضلال مبين. ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 10-11 സൂക്തങ്ങളാണ്. എന്താ അത് പറയുന്നറിയോ? ആകാശത്തെ നിങ്ങൾ കാണാത്ത തൂണുകൾ കൊണ്ട് നാട്ടിയവനാണ് നിങ്ങളുടെ ദൈവം. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടിയവനാണ് നിങ്ങളുടെ ദൈവം. ആകാശം എന്നുണ്ട്? മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പുണ്ട്, മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുണ്ട്. പിന്നെ ഒരു പ്രയോഗം, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയവനാണ് നിങ്ങളുടെ ദൈവം. മഴ ചൊരിഞ്ഞവനാണ് നിങ്ങളുടെ ദൈവം. അല്ലേ? ഈ ദൈവത്തെ ആരാധിക്കാൻ, അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് പറയുന്നത്? നാഥ, ഒരു പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങൾ ഭിന്നത കൽപ്പിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് ഇസ്ലാം പറയുന്നത് അദ്ദേഹം ദൈവത്തിന്റെ പ്രവാചകനാണ്, മറിയമിന്റെ പുത്രനാണ്. ഇനി നോക്കൂ, യേശുക്രിസ്തു എന്ന് കേൾക്കുമ്പോ ഇപ്പൊ നിങ്ങളൊക്കെ കേൾക്കില്ലേ യേശുക്രിസ്തു? പക്ഷെ ഇവിടെ ഇരിക്കുന്ന മുസ്ലിങ്ങളൊക്കെ മനസ്സുകൊണ്ട് പറയണം അലൈഹിസ്സലാത്തു വസ്സലാം.